ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നാം ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗം 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവരാജ്യം അവകാശമാക്കാത്തവരുടെ ഒരു ലിസ്റ്റാണ് അവിടെ നമ്മൾ വായിച്ചു കേട്ടത്. കള്ളന്മാർ, മദ്യപാനികൾ മുതലായിട്ടുള്ള ദുസ്വഭാവത്തെ അവിടെ സൂചിപ്പിക്കുകയാണ്. ഇതോരോന്നും നമ്മൾ ഇവിടെ ചിന്തിച്ചു വരികയാണ്. ഇന്ന് നമുക്ക് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള വചനം അതെന്താണ്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിയിരിക്കുന്നത്? മനുഷ്യൻ്റെ ചരിത്രം മുതൽ മാനവരാശിയുടെ ചരിത്രത്തിൽ പണ്ടേ ഉള്ളതാണ് മദ്യം. മദ്യം ലഹരിയെ ഉണ്ടാക്കുന്നു. മദ്യം ലഹരി എന്നുള്ളത് മാത്രമല്ല, ലഹരി ഉണ്ടാക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ അതിലൊന്നാണ്, ലഹരി ഉണ്ടാക്കുന്ന ഒന്നാണ് മദ്യം. ഈ മദ്യത്തെ പുതിയ നിയമസഭയ്ക്ക് നിഷേധിച്ചിരിക്കുന്നു. പഴയ നിയമസഭയ്ക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ അവകാശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മദ്യമോ വീഞ്ഞോ കുടിക്കണമോ എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആവശ്യം പോലെ കുടിക്കാം. അതിനുള്ള വ്യവസ്ഥയോടുകൂടി കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ തന്നെ അതിന് ഒരു ഒഴിവൊഴിവ് ഒരു വചനത്തിൽ നിന്ന് കണ്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പലരും അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു, ആ മനുഷ്യൻ്റെ, അതായത് തീമോത്തിയോസിൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത അല്ലെങ്കിൽ രോഗം നിമിത്തം അജീർണത എന്നാണ് എഴുതിയിരിക്കുന്നു. അജീർണത എന്ന് പറഞ്ഞാൽ ദഹനക്കേട്. അത് നിമിത്തം അല്പം വീഞ്ഞ് സേവിക്കാം എന്നൊരു അനുവാദം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ മറുപിടിച്ചുകൊണ്ട് പല ചിന്തകളും പല അഭിപ്രായങ്ങളും ഉപദേശങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ത് എന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യമേ ഇതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഒരു മനുഷ്യൻ മദ്യം കഴിച്ചാലുള്ള കുഴപ്പം? മദ്യം എന്ന് പറയുന്നത് ലഹരിയെ ഉണ്ടാക്കുന്നു. ലഹരി അവൻ്റെ ബോധത്തെ കെടുത്തു കളയുന്നു. ബോധത്തെ കെടുത്തു കളഞ്ഞാൽ അവൻ അനുഭവിക്കുന്നതൊന്നും അവൻ്റെ മനസ്സിനെ ബാധിക്കുന്നില്ല, അവൻ്റെ ശരീരത്തെ ബാധിക്കുന്നു. ബോധമില്ലാത്തവൻ്റെ ശരീരത്തിൽ ഒരു അടിയടിച്ചാൽ ശരീരം മാത്രമേ അത് അനുഭവിക്കുന്നുള്ളൂ, മനസ്സനുഭവിക്കുന്നില്ല. മനസ്സനുഭവിക്കാത്തതിൻ്റെ കാരണം സുബോധം വിട്ടുപോയി, സുബോധമില്ല. അതുകൊണ്ട് മനസ്സിനെ അത് ബാധിക്കുന്നില്ല. പുതിയ നിയമസഭയ്ക്ക് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഭാഗമാണ്, മനസ്സാണ്. മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളോട് കൂടിയ ഒരു ജീവിയാണ്. അത് ശരീരം അവന് ഇന്ദ്രിയങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നതും രൂപത്തെയും ഉണ്ടാക്കുന്നു. ആത്മാവ് ജീവനെ കൊടുക്കുന്നു. ദേഹി, ആ ദേഹി എന്ന് പറയുന്നതാണ് ഉള്ളം. അതിലാണ് അകത്തെ മനുഷ്യൻ വളരുന്നത്. അതാണ് മനസ്സ്. ഈ മനസ്സാണ് പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം. അതായത് നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പഠിക്കുന്നത്
മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ സമീപസ്ഥരായി തീർന്നു. ദൈവവുമായിട്ടുള്ള അകൽച്ച മാനവരാശിക്ക് വന്നത് മനസ്സിലാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറിപ്പോയതാണ് കാരണം. മനസ്സെങ്ങനെയുണ്ടാകുന്നു? മനസ്സ് താൻ അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രാപിച്ചിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ അനുസരണമാണ് മനസ്സ്. പ്രാപിച്ചിരിക്കുന്ന ജ്ഞാനം എവിടെ നിന്നാണ്? അത് വചനത്തിൽ നിന്നാണ്. വചനം എവിടെ നിന്നാണ്? വചനം സകല പാപം ചെയ്ത ആദാമും ഹവ്വയും മുഖാന്തരം ഉളവായിട്ടുള്ള സകല മാനവരാശിയിലും പരന്നു കിടക്കുന്നത് ശത്രുവിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ എതിരാളിയുടെ വചനത്താൽ ഉളവായ മനസ്സാണ്. അതുകൊണ്ട് ആ മനസ്സിനെ ദൈവം അംഗീകരിക്കുന്നില്ല. അതായത് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, കർത്താവിൻ്റെ അടുക്കൽ ചെന്നതിന് ശേഷം അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറഞ്ഞു, കാൽവരിയിലെ യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയ പത്രോസ് പറഞ്ഞു, യേശുവേ, നിനക്കങ്ങനെ സംഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. സ്നേഹം കൊണ്ടാണ്, ബഹുമാനം കൊണ്ടാണ്, ഒരിക്കലും തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ കർത്താവ് പറയുന്നത് മറ്റൊന്നാണ്. സാത്താനെ, നീ എന്നെ വിട്ടുപോകും, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതത്രേ ചിന്തിക്കുന്നത്. അപ്പം അവിടെ നിന്ന് സാത്താനെ എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളുള്ള ജീവിയാണ് മനുഷ്യൻ. അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായി. ഇതിലേത് ഘടകമാണ് സാത്താൻ? ദേഹമാത്മാ സാത്താനായി തീർന്നു, ദേഹി സാത്താനായി തീർന്നു, ആത്മാവ് സാത്താനായി തീർന്നു. ഇതിലേത് ഘടകമാണ് സാത്താൻ എന്ന് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന ഏത് ഘടകമാണ്? അവിടെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ കുറിക്കുന്നത്. യേശു അവൻ്റെ പത്രോസിനോട് പറഞ്ഞിട്ടില്ല. പത്രോസിൽ അപ്പോൾ വന്നിരിക്കുന്ന സാത്താനോടാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ എവിടെയാണ്? അത് നമുക്ക് അപ്പോൾ തന്നെ കണ്ടുപിടിക്കണം. അതായത് യേശുവെ, നിനക്കങ്ങനെ ഭവിക്കരുത്, നിനക്കങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞ വ്യക്തി ആര്? ഒന്നാമത്തെ കേൾക്കേണ്ടത് ആ ശബ്ദം ആരുടേത്? ശബ്ദം മനുഷ്യനിൽ നിന്ന്, മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. മനുഷ്യൻ്റെ വായിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്ന എവിടെ നിന്നാണ്? പുറകെ കിടക്കുന്നവൻ്റെ വായിൽ നിന്ന് വാക്ക് പുറപ്പെടില്ല. അത് സുബോധമുള്ളവൻ്റെ മനസ്സിൽ നിന്നാണ് പുറപ്പെടുന്നത്. മനസ്സാണ് അവിടെ. അപ്പോൾ ഈ മനസ്സാണ് പ്രശ്നം. ഇപ്പോൾ പത്രോസിൽ വന്നിരിക്കുന്ന മനസ്സ് ശരിയല്ല. ആ മനസ്സ് എവിടെ നിന്ന് വന്നു? യേശുവിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഗ്രഹിക്കാതെ, യേശുവിൻ്റെ ക്രൂശീകരണവും മരണവും കഷ്ടതയും നടന്നില്ല എങ്കിൽ മാനവരാശിയുടെ രക്ഷ സാധ്യമാകുകയില്ല. എന്തെല്ലാം സംഭവിച്ചാലും ഇത് സംഭവിക്കേണ്ടത് തന്നെയാണെന്ന് മനസ്സിലാക്കണം. യേശുവിന് വരുന്ന കഷ്ടങ്ങളെ മാത്രം, ആ വേദനയെ മാത്രം നോക്കിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനത്താൽ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള മാനവരാശിയുടെ രക്ഷ എന്ന മഹത്തായിട്ടുള്ള പദ്ധതിയെ മുഴുവനും അറിയാതെ, ചിന്തിക്കാതെ, അജ്ഞമായി അവൻ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിപ്പാൻ ശത്രുവായ സാത്താൻ പ്രേരിപ്പിച്ചു. ആ പ്രേരിപ്പിച്ചപ്പോൾ ആ പ്രേരണയിൽ നിന്ന് ഉണ്ടായ മനസ്സാണ് ഇന്ന് അവനെ കൊണ്ട് അത് പറയിച്ചത്. അപ്പോൾ അവിടെ ഉദ്ദേശിച്ചത് വേറെ ഒന്നിനെയുമല്ല, ദേഹത്തെയല്ല, ദേഹിയെയല്ല, ആത്മാവിനെയല്ല, വ്യാപരിച്ച പരിശുദ്ധാത്മാവിനെയല്ല, ഒന്നിനെയുമല്ല. ആ സമയത്ത് അവൻ്റെ മനസ്സിൽ ഒരു മാറ്റമാണ്. ആ മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ
നമുക്കും ആപത്തൊഴിഞ്ഞു നിൽക്കാം. കാരണം ഇസ്കരിയോത്ത യൂദാവിൻ്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ സാത്താൻ തോന്നിച്ചിരുന്നു. അപ്പോൾ അവിടെ ആ വാക്യം ഓർത്ത് വന്നു. ഇസ്കരിയോത്ത യൂദ കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിനവർ തോന്നൽ കൊണ്ട് പോകാൻ പോയത്. തോന്നൽ എവിടെ നിന്ന് വരുന്നു? മനസ്സിൽ നിന്ന് വരുന്നു. മനസ്സിലൊക്കെ എവിടെ നിന്ന് വരുന്നു? മനസ്സിൽ സാത്താൻ തോന്നിച്ചിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ സാത്താൻ സ്വാധീനിച്ച് ഉണ്ടാക്കുന്ന തോന്നലാണ് താൽക്കാലികമായി മനുഷ്യനുണ്ടാകുന്ന മനം. ആ മനസ്സിൽ നിന്ന് മനുഷ്യൻ പറയുമ്പോൾ അത് തെറ്റായിപ്പോകും, ചിലപ്പോൾ ശരിയായി. ഇത് തന്നെയാണ് മോശയ്ക്ക് സംഭവിച്ചത്. മോശയ്ക്ക് സംഭവിച്ചത്, മോശ ജീവിതകാലത്തെല്ലാം ഈ ലോകത്തിൽ അവനേക്കാൾ സൗമ്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഭൂലോകത്തിലുള്ള സകല മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നു മോശ. അതായത് ദൈവേഷ്ടം മനസ്സോടെ ചെയ്യുവാൻ മോശയെപ്പോലെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. എന്നാൽ ഒരു സമയത്ത് അവൻ്റെ മനസ്സ് കോപിച്ചപ്പോൾ, അവർ അവൻ്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. മനസ്സ് കോപിച്ചപ്പോൾ അവിവേകം സംസാരിച്ചു. അവിവേകം സംസാരിക്കുന്നത് മനസ്സിൽ നിന്നാണ്, കോപിച്ച മനസ്സിൽ നിന്ന്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുന്നില്ല, പിന്നെ സാത്താൻ്റെ നീതിയെ നിവർത്തിക്കുന്നു. അപ്പോൾ അവിടെ കോപിച്ച മനസ്സിൽ സാത്താൻ പ്രവർത്തിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട ശബ്ദമാണ് അവിവേകത്തിൻ്റെ ശബ്ദം. അതായത് ആ സമയത്ത് മോശയെ ശത്രു ഉപയോഗിച്ചു എന്നർത്ഥം. അതിനാൽ അവന് കനാൻ ദേശത്ത് എത്താൻ സാധിച്ചില്ല എന്നും നമുക്കറിയാം. ഇങ്ങനെ മനുഷ്യനിൽ മാറി വരുന്ന മനസ്സുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നതിൻ്റെ സാരം, നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നത് തെറ്റാത്തൊരു മനസ്സിനെയാണ്. ഏത് മനുഷ്യനും, അബ്രഹാം പിതാവാണെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ദാനിയേൽ എന്ന പുരുഷനാണെങ്കിലും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന മനുഷ്യനാണെങ്കിലും ദാവീദ് എന്ന കർത്താവിദാസനാണെങ്കിലും ഇയ്യോബാണെങ്കിലും തൻ്റെ ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ദൈവം ശാസിക്കത്തക്കതായ ശത്രുവിൻ്റെ ഒരു മനസ്സ് വരാതിരുന്നിട്ടില്ല. വരും, അത് വരാതിരിക്കില്ല, കാരണം മനുഷ്യനാണ്. എന്നാൽ ഒരിക്കലും ദൈവം ശാസിക്കത്തക്കവണ്ണമോ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു മനസ്സ് വരാത്തൊരു മനുഷ്യനാണ് യേശു. അവനെന്നും സുബോധമുള്ളവനായിരുന്നു. അവൻ എന്നും സുബോധത്തിൻ്റെ മനസ്സിൽ തന്നെയായിരുന്നു. അവനിൽ ഒരിക്കലും സാത്താൻ്റെ മനസ്സ്, സാത്താൻ്റെ തോന്നൽ, സാത്താൻ്റെ സ്വാധീനം ഉണ്ടായിട്ടില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, ഇതാ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് കാര്യമൊന്നുമില്ല. കാരണം എന്താ? കാര്യം ഉണ്ടാകുന്ന പറഞ്ഞെന്താ? കർത്താവ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഇതാ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് കാര്യമൊന്നുമില്ല. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? മോശയുടെ അടുക്കൽ വന്നു, അതേ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ മോശയുടെ അടുക്കൽ വന്നു. എപ്പോഴാണ്? മോശയുടെ ശരീരം അടക്കം ചെയ്തതിന് ശേഷം ആ അടക്കം ചെയ്ത ശരീരത്തെ എടുത്തുകൊണ്ട് വരുവാൻ ദൈവത്തിൻ്റെ കൽപ്പനയാൽ മീഖായേൽ എന്ന ദൂതൻ മോശയുടെ ശരീരത്തിൻ്റെ അടുക്കൽ ചെന്ന് അടുത്ത് ചെന്നപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു വന്നു, തടുത്തു. സാത്താൻ തടുത്തു. സമ്മതിക്കില്ല. എന്താണ് അതിൻ്റെ കാരണം? യേശു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് കാര്യമൊന്നുമില്ല. മോശയുടെ ശരീരത്തിൻ്റെ അടുക്കൽ വന്നു, മോശയുടെ അടുക്കൽ കാര്യമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? കാരണം വേറൊന്നുമല്ല, അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചവനാണ്. അവിവേകം എന്ന് പറയുന്നത് എന്താ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്.
അതുപോലെ തന്നെ ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നാണ് പറയും. ദൈവത്തെ അറിയുന്നവനും ദൈവഭയമുള്ളവനും ആണ് വിവേകമുള്ളവൻ. ചുരുക്കത്തിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവഭയമില്ലാത്തൊരു വാക്ക് മോശ പറഞ്ഞു, സംശയം വേണ്ട. അവിവേകം സംസാരിച്ചതിൽ കൂടി ദൈവഭയമില്ലാത്ത ഒരു വാക്ക് മോശ പറഞ്ഞു. കർത്താവ് എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കലഹജലത്തിൽ എന്നെ വിശദീകരിക്കായികയാൽ ആ സമയത്ത് വിഹിതമായത് സംസാരിച്ചില്ല, അവിഹിതമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവിഹിതമായത് സംസാരിച്ചെങ്കിൽ, അവിവേകം സംസാരിച്ചെങ്കിൽ ആ സംസാരം പുറപ്പെട്ടു വന്ന എവിടെ നിന്ന്? സംശയം വേണ്ട, വായിൽ നിന്നാണ്. അതെവിടെ നിന്ന് പുറപ്പെട്ടു വന്നു? മനസ്സിൽ നിന്നാണ്. അതും സംശയം വേണ്ട. ആ മനസ്സിനെ അവിവേകം സംസാരിപ്പാൻ തക്കവണ്ണം ആ സമയത്ത് അവിവേകം എതിരാളിയായി സാത്താനിൽ വരുന്നതാണ്. ആ അവിവേകം സംസാരിച്ചതാര്? മനസ്സ് കോപിച്ചപ്പോൾ സാത്താൻ മോശയുടെ മനസ്സും മോശയുടെ അധരങ്ങളും ഉപയോഗിച്ചു എന്ന് തന്നെ, വേറെ ഒന്നുമില്ല. ഇത് തന്നെ അവകാശം. ആ അവകാശത്തെ സംബന്ധിച്ചാണ് നമ്മൾ യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പഠിക്കുന്നത്. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. യേശുവിൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യന് ദുഷ്ടന്മാർ മരിക്കും പോലെ മരിക്കുന്നതും ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കിട്ടുന്നതും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വായിലെ വഞ്ചനയാണ്, വായിലെ പോഷ്കാണ്, വായിലെ അവിവേകമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കുകൾക്കും ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാരണം നമ്മുടെ പറയുന്ന വാക്കുകളിൽ ദൈവഭയമില്ലാത്തതും ദൈവത്തിനെതിരായിട്ടുള്ളതും നിഷ്ഠൂരമായിട്ടുള്ളതുമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ശത്രു സ്വാധീനിച്ച്, സാത്താൻ സ്വാധീനിച്ച്, മനസ്സിനെ സ്വാധീനിച്ച് അധരം കൊണ്ടും വായ കൊണ്ടും എടുത്തു പറയുന്നതാണ്. അത് ദൈവത്തിന് മുമ്പാകെ കണക്കുള്ളതാണ്. അതിന് കണക്ക് പറയേണ്ടി വരും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ ന്യായവിധി ദിവസത്തിങ്കൽ കണക്ക് പറയേണ്ടി വരും. ഇതുപോലെ തന്നെ യേശു പറഞ്ഞു, ഇതാ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് കാര്യമൊന്നുമില്ല. മോശയോട് കാര്യമുണ്ട്. കാരണം അവൻ പറഞ്ഞു ചേർക്കുന്ന ആ ശവശരീരത്തെ നോക്കിക്കൊണ്ട് അവന് പറയാം. ആർക്ക് പറയാം? സാത്താൻ എതിരാളിയായ പിശാച് പറയാം, ഈ അധരം, ഈ വായ, ഈ ശരീരം, ഈ മനസ്സ് ദൈവഹിതമല്ലാത്തത് സംസാരിപ്പാൻ ഞാൻ ഒരിക്കലും ഉപയോഗിച്ചതാണ്. എതിരാളിയായ സാത്താൻ പറയാം. അപ്പോൾ മോശയിൽ കാര്യമുണ്ട്, അബ്രഹാമിൽ കാര്യമുണ്ട്, ദാനിയേൽ കാര്യമുണ്ട്. കാര്യമില്ലാത്തൊരു മനുഷ്യരുമില്ല. കാരണം അവരെയൊക്കെയും മനസ്സിൽ ശത്രു സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ മനസ്സിൽ ഒരു സ്വാധീനവും അവൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതാ കർത്താവ് പറഞ്ഞു നിൽക്കുന്നത്, ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതുകൊണ്ട് പിതാവിനെ ഏകനായി വിട്ടിട്ടില്ല. തൻ്റെ ആയുഷ്കാലം മുഴുവനും ദൈവത്തിൻ്റെ ഹിതമല്ലാതെ മറ്റൊന്നും താൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിതാവിൻ്റെ ഏകനായി വിട്ടിട്ടില്ല. കർത്താവിനെ സംബന്ധിച്ച് അതാണ് മനം. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടത് ആ മനമാണ്. ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ മനസ്സ് പഴയ നിയമത്തിലുണ്ടായിരുന്നോ? ഇല്ല. എന്തുകൊണ്ടുണ്ടായിരുന്നില്ല? പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സ്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ശത്രുവായ സാത്താന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത മനസ്സ് പഴയ നിയമത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ജീവനോടെ എടുക്കപ്പെട്ട ഏലിയാവിനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? ഇതാ നിന്റെ പ്രവാചകന്മാരെ മുഴുവനും ഇസബേൽ കൊന്നുകളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. നീ ഒരു സ്ത്രീയെ പേടിച്ച് ഇവിടെ വന്ന് ഇരിക്കേണ്ട കാര്യമല്ല, ഈ ഗുഹയിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ മനസ്സ് സ്വാധീനമില്ലാത്ത മനസ്സല്ല. ജീവനോട് എടുക്കപ്പെട്ട ഹാനോക്കിൻ്റെ മനസ്സോ
സ്വാധീനമുണ്ട്. സ്വാധീനമില്ലാത്ത ഒരു മനസ്സ് പഴയ നിയമത്തിലുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് രക്ഷ തുടങ്ങാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മനസ്സില്ല. കാരണം എന്താണെന്നറിയാവോ? അങ്ങനെയുള്ള ഒരു മനസ്സ് പോലും ഇല്ല. കാരണം എന്താണെന്നറിയാവോ? മറ്റൊരു ഭാവം കൂടി ചിന്തിക്കുമ്പോൾ പിറന്നു വീഴുന്ന കുഞ്ഞ് അത് കൈയും കാലും അടിച്ച് നിലവിളിക്കുമ്പോൾ അവനിലോ ഉണ്ട് സ്വാധീനമുണ്ട്. അതും ക്രിസ്തുവുമായിട്ട് ചിന്തിച്ചു നോക്കണം. അയ്യോ, അപ്പോൾ അതിനേക്കാൾ പവിത്രമായ ഒരു മനം, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മനം യേശുവിനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ ശിശുവാണെങ്കിൽ ആ ശിശുപ്രായത്തിൽ തന്നെ മരിക്കുന്നിരിക്കട്ടെ, അതിന്മേൽ പോലും, ആ നിലവിളിയിൽ പോലും അവൻ്റെ സ്വാധീനമുണ്ട്. അവൻ്റെ നിലവിളിയിൽ പോലും അവൻ്റെ സ്വാധീനമുണ്ട്. സ്വാധീനമില്ലാത്ത ഒരാൾ പോലും അവിടെ ഇല്ല, മാനവരാശിയിലില്ല. എന്താണ് അതിൻ്റെ കാരണം? മനസ്സ് എവിടെ നിലകൊള്ളുന്നു? മനസ്സ് നമുക്കറിയാം ജീവനിൽ നിലകൊള്ളും. കാരണം മനസ്സ്, ബോധം, അതിനാധാരം ജീവൻ, ജീവിപ്പിക്കുന്ന ആത്മാവ്. മനസ്സ് വരുന്നത്, നിലനിൽക്കുന്നത് ജീവനിലാണ്. ജീവൻ എവിടെ നിൽക്കുന്നു? ജീവൻ രക്തത്തിലാണ്. രക്തം എന്ന് പറയുന്നത് അപ്പോൾ സകല മനുഷ്യൻ്റെയും ജീവിതം, അവൻ്റെ ജീവിതത്തിൽ അവൻ ആരാണെന്നും അവൻ ഏത് നിലയിലുള്ള മനുഷ്യനാണെന്നും മുഴുവനും വെളിപ്പെടുത്തുന്നതാണ് അവൻ്റെ രക്തം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ സ്വാധീനം മുഴുവൻ കിടക്കുന്നത് രക്തത്തിലാണ്. ഇത് കിടക്കുന്നത്. ഈ രക്തത്തിന് എവിടെ ദോഷം വന്നു? ആദാമ്യ സന്തതിയുടെ രക്തം. അപ്പോസ്തലരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ഒരു രക്തത്തിൽ നിന്ന് മാനവരാശിയൊക്കെയും സൃഷ്ടിച്ചു. ആദാമെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രക്തം, അത് എത്ര ലിറ്റർ ഉണ്ടോ അതിൽ നിന്ന് പകർന്ന രക്തമല്ലാതെ ഈ ലോകത്തിൽ വേറെ രക്തമില്ല. യേശുക്രിസ്തുവിൻ്റെ ഒഴികെ വേറൊരു രക്തമില്ല. അതിൽ നിന്ന് പകർന്നതാണെങ്കിൽ, രക്തമുണ്ടെങ്കിൽ മനസ്സ് അതോടൊപ്പം ഉണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവരുടെ അനന്തരവർ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടും. മനസ്സിൻ്റെ പകർച്ചയാണ്. ജീവൻ പകരുന്നതോടൊപ്പം, അപ്പൻ്റെ ജീവൻ മകനിലേക്ക് പകരുന്നതോടൊപ്പം തന്നെ അപ്പൻ്റെ മനസ്സും സ്വാഭാവികമായിട്ട് പകർന്നു കഴിഞ്ഞു. അത് ജീവനോട് കൂടി നിൽക്കുന്നതാണ് മനം. അതുകൊണ്ട് ഈ ലോകത്തിൽ ആദാമെന്ന ഒരു മനുഷ്യൻ്റെ രക്തത്തിൽ നിന്ന് സകല മാനവരാശിയും ഉളവാക്കിയിട്ടുള്ള ദൈവം ഈ രക്തത്തിൽ മുഴുവനും ശത്രുവിൻ്റെ സ്വാധീനം കാണുന്നു. ശത്രുവിൻ്റെ സ്വാധീനമില്ലാത്ത ഒരു രക്തവും അവിടെ ഈ ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ ശത്രുവിന് സ്വാധീനമില്ലാത്ത ഒരു രക്തമെന്ന് ചൂണ്ടിക്കാണിക്കാൻ, മാതൃകയെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു രക്തം ലോകത്തിലില്ല, ഒരു മനസ്സും ലോകത്തിലില്ല. അന്ന് ദൈവത്തോട് പാപം ചെയ്ത് ദൈവവുമായിട്ട് അകന്നുപോയ ആ മനം, ഇതാണ് അവിടെ സംഭവിച്ചത്. പാപത്തിൽ സംഭവിച്ചത് ദൈവവുമായിട്ട് അകന്നുപോയ മനമാണ്. ആ മനസ്സിനെ അന്ന് നഷ്ടപ്പെട്ടു പോയ മനസ്സിനെ വീണ്ടും ലഭിക്കാൻ വേറൊരു മാർഗവുമില്ല. മനസ്സാധാരമാക്കിയിരിക്കുന്നത് ജീവനെയാണ്. ജീവൻ രക്തത്തിലാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനമായിരിക്കുന്ന രക്തം അല്ലെങ്കിൽ ജീവൻ, അത് മാറാതെ ഒരു മനുഷ്യന് മനസ്സ് മാറ്റം സാധ്യമല്ല. താൽക്കാലികമായി മാറും. ഒരു മനം പെട്ടെന്നൊരു തോന്നലൊക്കെ തോന്നും. അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറാൻ സാധിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം.
എന്നാൽ പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുയേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ മനുഷ്യർക്ക് പാപമോചനം ലഭിച്ചു. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം പാതാളത്തിലിറങ്ങി പഴയ നിയമ വിശുദ്ധന്മാരുമായി ഉയരത്തിലേക്ക് പോയി സ്വന്തം രക്തം കൊണ്ടുചെന്ന് അതിവിശുദ്ധ മന്ദിരത്തിൽ സ്വർഗത്തിൽ കൃപാസനത്തിൽ സ്വന്തം രക്തം തളിച്ചപ്പോൾ ദൈവകോപം മാറി. ദൈവം അവന് തേജസ് കൊടുത്തു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി ഭൂമിയിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്. മാത്രമല്ല, യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക്, യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് അന്ന് കൃപാസനത്തിൽ തളിച്ച് ദൈവകോപത്തെ ഇല്ലാതാക്കി മാനവരാശിയുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ച അതേ രക്തം ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ തളിക്കാനായി ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരുമായി പരമാർത്ഥ ഹൃദയത്തോടെ അവൻ്റെ അടുക്കിലേക്ക് വരിക. ശരീരം കഴുകപ്പെട്ടു, സ്നാനത്തിൽ ശരീരം കഴുകപ്പെട്ടു. ശരീരം കഴുകപ്പെട്ടതിന് ശേഷം മനുഷ്യൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധ രക്തം തളിച്ചു, ക്രിസ്തുയേശുവിൻ്റെ രക്തം തളിച്ചു. നമ്മുടെ മനസ്സാണ് നമ്മുടെ വിഷയം, അത് മറന്നു പോകരുത്. മനസ്സാണ് നമ്മുടെ വിഷയം. ആ മനസ്സ് ലഭിക്കാൻ വേണ്ടി പറയുകയാണ്. പഴയ നിയമത്തിലുള്ള ഒരു മനുഷ്യൻ്റെയും ഉള്ളിൽ നല്ല മനസ്സുണ്ടായിരുന്നില്ല, ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരുന്നില്ല. സാത്താന് സ്വാധീനമില്ലാത്തൊരു മനസ്സ് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്നത് ദുർമനസാക്ഷിയാണ്. ഈ ദുർമനസാക്ഷി നീങ്ങണമെങ്കിൽ പാപം നീങ്ങണം. പാപം നീങ്ങണമെങ്കിൽ രക്തം തെളിക്കണം, കുറ്റമില്ലാത്ത രക്തം തെളിക്കണം, യാഗരക്തം തെളിക്കണം. തുടർന്ന് പുതിയൊരു മനം വേണം. പുതിയൊരു മനമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനമാണ്. ക്രിസ്തുവിൻ്റെ മനം വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വേണം. ക്രിസ്തുവിൻ്റെ ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം തെളിക്കണം. ഇത് ഈ ശുശ്രൂഷ മാനസാന്തരപ്പെട്ട് സ്നാനത്തിനായിട്ട് ചെല്ലുമ്പോൾ വചനം പറയുകയാണ്. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ. ഇതറിയുന്നവനാണ് സ്നാനപ്പെടേണ്ടത്. സ്നാനത്തിന് കടവിലേക്ക് വരുമ്പോൾ, സ്നാനത്തിനായിട്ട് ഒരുങ്ങി മാനസാന്തരപ്പെട്ട് വരുമ്പോൾ കർത്താവിനോട് ചോദിക്കേണ്ടത് ഇതാണ്: കർത്താവേ, ഇവിടെ സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? എൻ്റെ ദുർമനസ്സ്, പഴയ രക്തത്തെ ആധാരമാക്കിയിട്ടുള്ള മനസ്സ് നീങ്ങിപ്പോകണം. അതിന് പാപം നീങ്ങണം. എനിക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ വരാൻ തക്കവണ്ണം കർത്താവിൻ്റെ രക്തം എൻ്റെ ഹൃദയത്തിൽ തളിക്കണം. ആ തളിച്ച രക്തത്തിൽ നിന്ന് എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വേണം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ സംഭവിക്കണം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കയറി വന്നു, ഹൃദയത്തിൽ രക്തം തളിച്ചു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി. അവൻ അവളെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു സഭയെ. ക്രിസ്തു സഭയെന്ന് പറയുമ്പോൾ സ്വന്തം രക്തം കൊണ്ട് സ്വർഗത്തിൽ പോയി കൃപാസനത്തിൽ തൻ്റെ സ്വന്തം രക്തം തെളിച്ച് ദൈവകോപം ഇല്ലാതാക്കിയ അതേ യേശു തന്നെയാണ് തൻ്റെ സഭയുടെ ഹൃദയത്തിലും തെളിക്കുന്നത്. യേശു വേണം സ്നാനപ്പെടുത്താൻ. അതുകൊണ്ടാണ് യേശു സ്നാനപ്പെടുത്തണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു സ്നാനപ്പെടുത്താൻ ഇപ്പോൾ യേശു ഇവിടെ ഇല്ല. അതിനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി കർത്താവ് സമാധാനത്തിൻ്റെ നിരപ്പിൻ്റെ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ ശുശ്രൂഷ നിവർത്തിക്കാൻ പാടുള്ളൂ.
അങ്ങനെ ആ ശുശ്രൂഷ നിവർത്തിക്കുമ്പോൾ ഹൃദയത്തിൽ രക്തം തളിക്കുന്നു, ദുർമനസാക്ഷി നീങ്ങുന്നു, പാപം നീങ്ങുന്നു, ക്രിസ്തുവിൻ്റെ ജീവനുള്ളിൽ വരുന്നു. ആ ജീവനെ ആധാരമാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സ് വരുന്നു. അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു. ഇങ്ങനെ വരുമ്പോഴാണ് വചനം പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഇവൻ ക്രിസ്തു വസിക്കുന്നു. ഇവനെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വീണ്ടും ജനിച്ച ഒരാളെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. സ്ത്രീ പ്രസവിച്ചനാണെങ്കിൽ, ഹവ്വയാണല്ലോ ആദ്യത്തെ സ്ത്രീ, അവിടെ മുതൽ സ്ത്രീ പ്രസവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അതിലേറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലല്ല, അബ്രഹാം പിതാവല്ല, ദാവീദല്ല, ഏലിയാവല്ല, യോഹന്നാൻ സ്നാപകനാണ്. സ്നാപക യോഹന്നാനാണ് ഏറ്റവും വലിയവൻ. പക്ഷേ അവന് പോലും ആ ഏറ്റവും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണെന്ന് കർത്താവ് സാക്ഷി പറഞ്ഞ യോഹന്നാൻ സ്നാപകന് പോലും ക്രിസ്തുവിൻ്റെ മനസ്സില്ല. ശത്രുവായ സാത്താന് സ്വാധീനമില്ലാത്തൊരു മനസ്സില്ല. ഇവിടെയാണ് അതിൻ്റെ വില. അത് നോക്കിക്കൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുവൻ അവനേക്കാൾ വലിയവനാണ്. ഓ ഹല്ലേലൂയ! ഈ ചെറിയവരിൽ ഒരുവൻ അവനേക്കാൾ വലിയവനാണ്. യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണ് പുതിയ നിയമസഭയിലുള്ള നമ്മൾ ചെറിയവരെന്ന് കാണുന്നവർ. നമ്മൾ ചെറിയവരെന്ന് കാണുന്ന ഒരാളെ പോലും യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായിട്ട് ദൈവം കാണും. അബ്രഹാം പിതാവിനേക്കാൾ വലിയവനായിട്ട് ദൈവം കാണും. ദാനിയേലിനേക്കാൾ വലിയവനായിട്ട് ദൈവം കാണും. അങ്ങനെ പുതിയ നിയമസഭ ഇവിടെ ആരംഭിക്കുക. ഇവിടെ ആരംഭിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം സഹിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കും. അവനു വേണ്ടി കഷ്ടം സഹിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കും. കഷ്ടം എന്തിനാ? ഞാനോ കുറയണം, അവനോ വളരണം. കഷ്ടത കൊണ്ട് പഴയ മനുഷ്യൻ, ജഡമനുഷ്യൻ ക്ഷയിച്ച് പോകണം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കും. ഈ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കഷ്ടത അതിനുവേണ്ടി തന്നെയാണ്. അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ, കഷ്ടത കൂടി വരുമ്പോൾ, കഷ്ടത ആരും സ്വമേധയായി ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഏത് കഷ്ടതയ്ക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് കഷ്ടത ആരും ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ എല്ലാവരും ആഗ്രഹിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരല്പം മദ്യം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ, ഒരല്പം വീഞ്ഞ് വയറ് നിറച്ചങ്ങ് സേവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാലോ. പ്രശ്നങ്ങളുള്ളവരിൽ ചെയ്യുന്നതല്ലേ. തങ്ങളുടെ ജീവിത ഭാരങ്ങൾ കൂടിക്കഴിയുമ്പോൾ, തങ്ങളുടെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചു കഴിയുമ്പോൾ, ഉത്തരം കിട്ടാത്ത വിഷയമുള്ളപ്പോൾ അവർ ചെയ്യുന്ന മാർഗമാണ് ബോധത്തെ കെടുത്തിക്കളയാൻ മദ്യം കഴിക്കും, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത് അതുകൊണ്ടാണ്. എന്നാൽ കർത്താവ് അത് ഒരിക്കലും സമ്മതിക്കുന്നില്ല. കാരണം എന്തെന്നാൽ സുബോധത്തിൽ അനുഭവിച്ച് തന്നെ പഴയ മനുഷ്യൻ തീർന്ന് പുതിയ മനസ്സിനെ പ്രാപിക്കണം. സുബോധത്തിൽ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോഴേ തന്നെ കർത്താവ് കൊടുക്കുന്നതാണ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മ.
ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിന് കൊടുക്കുകയാണ്. എന്നിട്ടാ ഈ കഷ്ടത അനുവദിക്കുന്നത്. വെറുതെയല്ല. കാരണം എങ്ങനെയാണെന്നറിയാമോ? ഈ 3 സ്വഭാവമുള്ള ആത്മാവിനെയാണ് പുതിയ സഭയ്ക്ക് കൊടുക്കുന്നത്. ഇവർ ഒരിക്കലും, ഏറ്റവും ദൈവാത്മാവിന് നിർബന്ധമെന്ന് പറയുന്നത് ഇവർ അനുഭവിക്കുന്നത് മുഴുവനും സുബോധത്തിൽ അനുഭവിക്കണം. കാരണം പഴയ മനുഷ്യൻ ഇല്ലാതാകണമെങ്കിലും പുതിയ മനുഷ്യൻ വളർന്നു വരണമെങ്കിലും സുബോധം വിട്ടുപോയാൽ നടക്കില്ല. സുബോധത്തിൽ തന്നെ പഴയ മനുഷ്യനെ ക്ഷയിപ്പിക്കണം, പുതിയ മനുഷ്യനെ വളർത്തണം. അതെങ്ങനെയാണ്? അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. താൻ കഷ്ടമനുഭവിച്ചപ്പോൾ അനുസരണം ഓരോ സമയത്തും അനുസരണമായിരുന്നു. ഓരോ വചനം അനുസരിക്കുമ്പോഴും വളർച്ചയായിരുന്നു. അങ്ങനെ ദൈവം ഒരു കാര്യം പറയും, അപ്പോൾ തന്നെ അതിന് കഷ്ടത വരും. ആ കഷ്ടതയിൽ അനുസരിക്കുമ്പോൾ വളരും. ചെയ്തു വരുന്നതാണ്. ആ ക്രമം ഓർത്തുകൊള്ളണം. എൻ്റെ പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു. പിതാവ് കൽപ്പിക്കും, നീ ഇന്ന സ്ഥലത്ത് പോയി പ്രസംഗിക്കുക, നീ ഇന്നത് ചെയ്യേ എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിനോടൊപ്പം കഷ്ടതയും ശത്രുവായിരിക്കും. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ? അപ്പോൾ തന്നെ കഷ്ടതയും വരും. പിതാവ് കൽപ്പിച്ച കൽപ്പന അനുസരിക്കുന്നതിന് മുമ്പ് കഷ്ടത വരുന്നു. ആ കഷ്ടതയിൽ തന്നെ അവൻ അതനുസരിക്കും. അനുസരണത്തിൽ വളർച്ച പ്രാപിക്കും. ഇങ്ങനെ ദൈവം വചനം അയച്ചുകൊണ്ടിരുന്നു, കഷ്ടത വന്നുകൊണ്ടിരുന്നു, ക്രിസ്തു അനുസരണം തികച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വളർച്ച പൂർത്തിയായി. എവിടെ വളർച്ച പൂർത്തിയായി? ഏത് കാര്യം പൂർത്തിയായി? കർത്താവിന്റെ സ്തോത്രം. ഇതിലേത് ഭാഗമാണ് വളർന്നത്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ക്രിസ്തു അനുസരിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം കഷ്ടതയിൽ അനുസരണം പഠിച്ച് തികഞ്ഞതുകൊണ്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗം വളർന്നു പൂർത്തിയായി? ശരീരം വളർന്ന് പൂർത്തിയായത് അനുസരിച്ചുകൊണ്ടാണ്. ഭക്ഷണം കഴിച്ചാൽ ശരീരം പൂർത്തിയാവും. ഭക്ഷണം കഴിച്ചാൽ ശരീരം വളർച്ച പ്രാപിക്കും. പിന്നെ എങ്ങനെ വളർന്നു? പിന്നെ എവിടെ വളർന്നു? മനസ്സുകൊണ്ട് വളർന്നു. പഴയ നിയമത്തിലെ പോലെ തങ്ങൾ ചെയ്യുന്നത് എന്തെന്നറിയാതെ വളരുന്നതല്ല. ഇതോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ കൊടുത്തുകൊണ്ട് കർത്താവ് വളർത്തുകയാണ് തൻ്റെ ജനത്തെ. ഇതുപോലെ തന്നെ ദൈവജനത്തിനും അനുസരിക്കാനുള്ള കൽപ്പന കർത്താവ് തന്നുകൊണ്ടിരിക്കുക. അനുസരിക്കാൻ കൽപ്പന ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയം അതിനോടൊപ്പം ഒരു നാണ്യത്തിൻ്റെ 2 വശം എന്ന് പറയുന്നത് പോലെ ദൈവം ഒരു മനുഷ്യനെ അനുസരിക്കാൻ കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം കഷ്ടതയും വന്നിട്ടുണ്ട്. കഷ്ടതയിൽ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതോടുകൂടി വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. ഇത് തുറന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഇടയിൽ മനുഷ്യന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കഷ്ടത. ഈ കഷ്ടതയിൽ നിന്ന് ഒഴിയാൻ എന്ത് ചെയ്യും? യോ പറഞ്ഞതുപോലെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഈ കഷ്ടകാലം തീരുവോളം എനിക്കൊന്ന് പോയി, ഞാനൊന്ന് ഒഴിഞ്ഞു മാറി എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ഒളിച്ചു നിന്നിട്ട് എനിക്കൊരു 25 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്കാണ് ഈ കഷ്ടകാലമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നാൽ മതിയായിരുന്നു. ഇല്ല. ഇത് മുഴുവനും മനസ്സ് പണിതുകൊണ്ടിരിക്കുക. ഓരോ കഷ്ടതയും മനസ്സിനെ പണിതുകൊണ്ടിരിക്കുക. അത് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ മനസ്സിനെ പണിതുകൊണ്ടിരിക്കുക. ആദാമും ഹവ്വയും നഷ്ടപ്പെടുത്തിയ
ആ നല്ല മനസ്സ് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പണിതുകൊണ്ടിരിക്കുകയാണ് പുതിയ സഭയിൽ. അതുകൊണ്ട് വചനം പറയുന്ന ഒരിക്കലും സുബോധമറ്റു പോകാൻ പാടില്ല. അതിന് സുബോധത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുക. അപ്പോൾ വേറൊരു വിഷയമുണ്ട്, ചിലർക്ക് സഹിക്കാനുള്ള കെൽപ്പില്ല. അതിനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശക്തിയുടെ ആത്മാവിനെ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ആത്മാവിനെ തന്ന എങ്ങനെയാ? തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിനക്ക് ലഭിച്ച ദൈവശക്തിക്ക് ഒത്തവണ്ണം നീ കഷ്ടം സഹിക്കാം. നീ സുബോധം മറ്റ് ചിലർക്ക് സഹിക്കാൻ പറ്റാതാവുമ്പോൾ അവർ നീതികേടിലേക്ക് തിരിയും. ഇപ്പോൾ ഒരാൾ തങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തവണ്ണം പരീക്ഷ വരുമ്പോഴത്തേക്കും പോയി, വിശ്വാസിയാണെങ്കിലും പലപ്പോഴും സംഭവിച്ചിട്ടുള്ള അവർ പോയി അല്പം മദ്യം കഴിക്കും. നിവൃത്തിയില്ല, കാരണം നിൽക്കാൻ നിവൃത്തിയില്ല എന്നാൽ അവർ പറയുന്ന ന്യായം. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇത് കൊടുത്തേക്കുന്നത്. ദൈവശക്തിക്കൊപ്പത്തോളം കഷ്ടം സഹിച്ചാൽ മതി. നിനക്ക് സുബോധത്തിൻ്റെ ആത്മാവിനെ തന്ന് ഈ കഷ്ടതയെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ കഷ്ടത സഹിക്കാനുള്ള ദൈവശക്തിയും കൂടി തന്നിട്ടുണ്ട്. ആ ആത്മാവ് കൂടെ ഉണ്ട് കർത്താവ്. എന്നാൽ ഇതെങ്ങനെ, ഇത് സഹിക്കുമ്പോഴും പ്രത്യാശ എന്താ? അതാണ് സ്നേഹത്തിൻ്റെ ആത്മാവ്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ദൈവം പുതിയ സഭയ്ക്ക് നൽകിയിട്ടുള്ള ഈ 3 സ്വഭാവത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് മനുഷ്യനെ സുബോധത്തോടു കൂടി തന്നെ നിർത്തി സഹിക്കാനുള്ള കഴിവും കൊടുത്ത് സ്നേഹത്താലുള്ള പ്രത്യാശയും കൊടുത്ത് അവനെ പണിതുകൊണ്ടിരിക്കുക. ഈ പണി പഴയ നിയമത്തിലില്ല. ഈ പണിയുന്നത് മനമാണ്. 33.5 വർഷം കൊണ്ട് യേശു സമ്പാദിച്ചത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശരീരമെന്നല്ല, ലോകത്തിൽ ശിഷ്യന്മാരെ എന്നല്ല, പിന്നെയോ വളർച്ചാപൂർത്തി എണ്ണം പ്രാപിച്ച ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ അക്കാര്യം നിലകൊള്ളുന്നത് മനസ്സിലാണ്, ശരീരത്തിലല്ല. അവൻ എന്നോട് കാര്യമൊന്നും ഇല്ലാത്തത് മനസ്സിലാണ്. കുറ്റമറ്റൊരു മനസ്സ്, ആ മനസ്സ് ആധാരമാക്കി നിൽക്കുന്ന ജീവൻ, ആ ജീവൻ കുടികൊള്ളുന്ന രക്തം, ആ ജീവൻ കുടികൊള്ളുന്ന ജീവരക്തം പവിത്രമാണ്. ആ രക്തത്തിലാണ് നമ്മൾ പഠിക്കുന്നത്, ഒരു മനുഷ്യൻ മദ്യപിച്ചാൽ ആ മദ്യം അകത്ത് ചെല്ലുന്നതുകൊണ്ട് അത് രക്തത്തിലേക്ക് പടർന്നു കഴിഞ്ഞാൽ ഈ സംവിധാനം ആകെ മാറും. സുബോധത്തിൻ്റെ ആത്മാവ് മാറും. പിന്നെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതോടൊപ്പം കഷ്ടത വന്നാൽ സുബോധത്തിൽ അത് അനുസരിക്കാൻ സാധിക്കില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. അങ്ങനെ ലഹരി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, മദ്യമെന്നുള്ളതല്ല, ഏത് തരത്തിലുള്ള ലഹരിയും മനുഷ്യനിലേക്ക് പ്രവേശിച്ചാൽ ക്രിസ്തുവിൻ്റെ മനസ്സ് പണിയാൻ സാധിക്കുന്നതല്ല, അതവിടെ നിൽക്കും പണി. പഴയ നിയമത്തിൽ അങ്ങനെയില്ല. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ പണിയില്ല, മനംമാറ്റമില്ല. കാരണം മനംമാറ്റം വേണമെങ്കിൽ ജീവമാറ്റം വേണം. പഴയ നിയമത്തിൽ ജീവമാറ്റമില്ല. ജീവമാറ്റം വേണമെങ്കിൽ രക്തമാറ്റം വേണം. പഴയ നിയമത്തിൽ രക്തമാറ്റമില്ല. പുതിയ നിയമത്തിലോ പുതിയ നിയമത്തിൽ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ, ആ ആത്മാവ് ജീവിപ്പിക്കുന്ന ജീവനെ
ആ ജീവൻ ഉൾക്കൊള്ളുന്ന ജീവരക്തത്തെ, ആ ജീവരക്തത്താൽ ഉളവായ നിഷ്കളങ്ക മനസ്സിനെ ഇത്രയും അവകാശമാക്കുന്നവരാണ് ദൈവസഭ. ഒരിക്കൽ കൂടി പറയാം, കർത്താവിന് സ്തോത്രം. മനുഷ്യൻ്റെ മനസ്സിനെ നിർത്തുന്ന അവൻ്റെ ജീവൻ ഉൾക്കൊള്ളുന്ന ജീവരക്തം, ജീവിപ്പിക്കുന്ന അവൻ്റെ മനുഷ്യാത്മാവ്, ഇത്രയും ക്രിസ്തുവിൽ നിന്ന് പ്രാപിപ്പാൻ പുതിയ സഭയെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് അപ്പാപിതാവെന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. സ്വപുത്രൻ്റെ ആത്മാവിനെ, അവൻ്റെ രക്തത്തെ ഹൃദയത്തിൽ തളിച്ചു. നാമോ ക്രിസ്തുവിന് മനസ്സുള്ളവരാകുന്നു. അവൻ്റെ മനസ്സിനെ നമ്മിലേക്ക് പകർന്നു തന്നു. ആ മനസ്സിൻ്റെ വളർച്ചയിൽ, പൂർത്തീകരണത്തിങ്കൽ അങ്ങനെ നിങ്ങൾ ക്രിസ്തുവേശു എന്ന തലയോളം വളരുവാനിടയായിത്തീരും. കർത്താവിന് സ്തോത്രം. നമുക്കവൻ ചെയ്തതെന്ത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. ഈ ചെറിയവരിലൊരുത്തനോ അവനേക്കാൾ വലിയവനാണ്. കാരണം പഴയ നിയമത്തിലുള്ള ഏത് വിശുദ്ധനും, ജീവനോട് എടുക്കപ്പെട്ടവനായാലും ഏത് പവിത്രനായിരുന്നാലും, ഈ നിഷ്കളങ്ക മനുഷ്യാത്മാവില്ല, സ്വപുത്രൻ്റെ ആത്മാവില്ല, സ്വപുത്രൻ്റെ രക്തമില്ല, സ്വപുത്രൻ്റെ ജീവനില്ല, സ്വപുത്രൻ്റെ മനസ്സില്ല. അത് പണിയണമെങ്കിൽ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് ആവശ്യമാണ്. അതാണ് പുതിയ സഭയ്ക്ക് കർത്താവ് നൽകി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തി സാധിക്കുന്നതല്ല, അവനിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് വളരാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ലഹരിയും മനുഷ്യൻ്റെ രക്തത്തെ ബാധിക്കുന്ന, ജീവനെ ബാധിക്കുന്ന, മനസ്സിനെ ബാധിക്കുന്ന, സുബോധത്തെ ബാധിക്കുന്ന ഏതു തരത്തിലുള്ള ലഹരിയും മനുഷ്യനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് തടുത്തു കളയുന്നുവെന്ന് നാം മനസ്സിലാക്കി. അടിസ്ഥാനം ഒരാൾ ചോദിച്ചതാണ്, ഞാനൊരു ഗ്ലാസ് മദ്യം കഴിക്കുന്നതിന് എന്താ കുഴപ്പം? ആരുടെ ഉപദ്രവത്തിന് പോകുന്നില്ല, വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നില്ല, ആർക്കും നഷ്ടം വരുത്തുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന പൈസ അത് ഞാൻ സ്വകാര്യമായിട്ട് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ കഴിഞ്ഞു കൂടുകയാണ്. ഞാൻ ആർക്കും ഉപദ്രവിക്കാൻ പോകുന്നു? പിന്നെ എന്താണ് വിഷയം? കാര്യം ഇതാണ്. വിളി എന്ന് പറയുന്നത്, നിന്റെ വിളിയെ നോക്കുവീൻ. എന്തിനാണ് വിളിച്ചതെന്ന് ഓർക്കണം. ഇപ്പോൾ ഒരു ജീവനുണ്ട്, നമ്മൾ പകയ്ക്കേണ്ട ജീവനാണ്. ഇപ്പോൾ ഒരു രക്തമുണ്ട്, മലിനപ്പെട്ട രക്തമാണ്. ഇപ്പോൾ ഒരു മനസ്സുണ്ട്, ദുർമനസ്സാണ്. ഇത് അപ്പാടെ തന്നെ എടുത്ത് മാറ്റി മനുഷ്യാത്മാവിനെ ശുദ്ധീകരിക്കണം. എന്നിട്ട് സത്യം ഗ്രഹിപ്പിക്കണം. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ തരണം. സ്വപുത്രൻ്റെ ആത്മാവിനെ പകരണം. സ്വപുത്രൻ്റെ ജീവനെ പകരണം. സ്വപുത്രൻ്റെ രക്തത്തെ തളിക്കണം. സ്വപുത്രൻ്റെ മനസ്സിനെ തരണം. അത് പണിതുകൊണ്ടിരിക്കുക. നാളെ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ അതിശയ വിഷയമാകുന്ന സമയം ദൈവത്തിന് കിടങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴികളിൽ ഓരോ ദിവസവും വളർച്ച പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ ഇതിൻ്റെ പൂർത്തീകരണത്തിൽ വന്ന് കാണുമ്പോൾ ഇതാ ക്രിസ്തുവിൻ്റെ മനസ്സ് പോലെ തന്നെ അവൻ്റെയും മനസ്സ് എന്ന് പറയുന്ന സാക്ഷ്യം കൽപ്പിക്കുന്ന ഒരു ദിവസം നമുക്കിതിൻ്റെ ആഴം മനസ്സിലാകും. വലിയവനായ ദൈവം വലിയവ ചെയ്യട്ടെ.
പൂർണ്ണമായും ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് നാം തിരിച്ചറിഞ്ഞ് അവൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വയ്ക്കുന്ന ശിക്ഷയിൽ നിന്നും കഷ്ടതയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനല്ല, പിന്നെയോ നേരിടുവാൻ, സുബോധത്തോടെ അനുഭവിപ്പാൻ, മാറി നിൽക്കാനല്ല, അവിടെ നിന്ന് തന്നെ അനുഭവിപ്പാൻ, നിർത്തിയ സ്ഥാനത്ത് നിന്ന് തന്നെ അനുഭവിപ്പാൻ ദൈവത്തിന് അപ്പോൾ പ്രസാദമാകും. നിർത്തിയ സ്ഥാനത്ത് നിന്ന് തന്നെ അത് അനുഭവിച്ച് സുബോധത്തിൽ തന്നെ ആ ശിക്ഷയും വേദനയും പ്രാപിച്ചു കഴിയുമ്പോൾ ഒരു വളർച്ച, അതിൻ്റെ പൂർത്തീകരണം കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. അതുപോലെ ഒരാളായിത്തീരാനല്ല, പിന്നെയോ അതിനേക്കാൾ അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി നാം ശ്രദ്ധയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിന്തിച്ചുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. കർത്താവിന് സ്തോത്രം.